ശശി തരൂർ സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങില്ല. ശശി തരൂർ സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങില്ല. നാഷണൽ ബ്രേക്കിംഗ്. നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ബാരിക്കാരൻ ശശി തരൂർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു, ആ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഞാനില്ല. മറ്റൊരു പരിപാടിയുമായി കൊൽക്കത്തയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അല്ലേ ശശി തരൂർ? ശശി തരൂർ പുരസ്കാരം വാങ്ങില്ല അല്ലേ? അരുൺ, തീർച്ചയായും ശശി തരൂർ എന്താണെങ്കിലും HRDSന്റെ ഈ സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നോട് കൂടിയാലോചിക്കാതെയോ തന്നെ അറിയിക്കാതെയാണോ ഇത്തരത്തിലൊരു പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുകൂടി തരൂർ വ്യക്തമാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുവാങ്ങില്ല എന്ന് തരൂർ ഉറപ്പിക്കുകയാണ്. നേരത്തെ കോൺഗ്രസിനകത്ത് വലിയ കലാപം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ച് തരൂർ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമോ എന്നടക്കമുള്ള സംശയങ്ങളുണ്ടായി. തരൂർ ഇത് നിഷേധിക്കാൻ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായി. അതൊക്കെ കോൺഗ്രസിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. എന്തായാലും തരൂർ ഇപ്പോൾ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ കൊൽക്കത്തയിലേക്ക് പോവുകയാണ്. എന്താണെങ്കിലും തരൂർ പുരസ്കാരം വാങ്ങില്ല എന്ന നിലവിൽ കോൺഗ്രസ് വലിയൊരു തർക്കത്തിലേക്കുള്ള സാധ്യത ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുകൂടി നമ്മൾ എടുത്തു പറയാം. കോൺഗ്രസിനും ആശ്വസിക്കാം. കാരണം തരൂർ പല ഘട്ടങ്ങളിലായി ഇപ്പോൾ കോൺഗ്രസിന് ഇങ്ങനെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി അപ്പോൾ പരിപാടികളിൽ പങ്കെടുത്തൊക്കെ പ്രതിരോധത്തിൽ ആക്കുന്നുണ്ട്. അതാണെങ്കിലും വീര സവർക്കറിന്റെ പേര് പ്രത്യേകിച്ച് ഗാന്ധിവധത്തിലുൾപ്പെടെ നടത്തിയ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഘപരിവാർ നേതാവിന്റെ പേരിലുള്ള പുരസ്കാരം തരൂർ ഏറ്റുവാങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തരൂർ എന്താണെങ്കിലും അതിൽ പിന്നോട്ട് പോയിരിക്കുന്നു നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. തരൂരിന്റെ ഭാഗത്ത് തരൂരുമായി അടുത്ത വൃത്തങ്ങൾ നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കുന്നത് തരൂരിനോട് ആലോചിക്കാതെയാണ് ഈ അവാർഡ് തന്നെ നൽകുന്ന കാര്യം പ്രഖ്യാപിച്ചത്. ആ പശ്ചാത്തലത്തിൽ തരൂർ എന്താണെങ്കിലും ഏറ്റുവാങ്ങുന്നില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പാർട്ടിക്കകത്തുണ്ടായ എതിർപ്പും എന്താണെങ്കിലും തരൂർ ഇത് ഏറ്റുവാങ്ങാതിരിക്കാൻ ഒരു ഘടകമായി എന്ന് വേണം വിലയിരുത്താൻ.